മലയിഞ്ചി ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാം. എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ തൂക്കുപാലങ്ങളുണ്ട്. മരം കൊണ്ടും അതുപോലെ പൈപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെറിയ ചെറിയ തൂക്കുപാലങ്ങളെ ഇടുക്കി ജില്ലയിലെ അധികമായിട്ട് ശ്രദ്ധിക്കാതെ പോയ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ മലയിഞ്ചി എന്ന ഗ്രാമത്തിലാട്ടോ. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്ന ലക്ഷ്യത്തോടെ നമ്മൾ എത്തിയിരിക്കുന്നത്. വില്ലേജ് ബോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തൊടുപുഴയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരെയുള്ള മലയിഞ്ചി എന്ന ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ കാണുന്ന തേക്കിൻ കുപ്പിക്കൂടെ വേണം നമുക്ക് മലയിഞ്ചി എന്ന ഗ്രാമത്തിലേക്ക് പോകാനായിട്ട്. ഇവിടെ വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ തേക്കിൻ കുപ്പിലൂടെയുള്ള യാത്ര നടത്തുകയാണ്. മനോഹരവും സുന്ദരവുമായ തേക്കിൻ കുപ്പിലൂടെ യാത്ര നമ്മുടെ കണ്ണിനെ കുളിരണിയിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ്. സുന്ദരമായ മലയിഞ്ചി ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് തൊടുപുഴ, മുതലക്കുടം, ഉടുമ്പന്നൂര് വഴി അവിടുന്ന് ബൗണ്ടറി വഴി നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ ഇതാണ് നമ്മൾ വേളൂർ പുഴയ്ക്ക് ഇറങ്ങി പോകുന്ന വഴി കേട്ടോ. ഇതൊക്കെ ഓഫ് റോഡ് വണ്ടിക്ക് ഇറങ്ങി വരുന്ന വഴിയാന്ന് തോന്നുന്നു. കാരണം ഒരു ജീപ്പ് പാടൊക്കെ ഉണ്ട്. പക്ഷേ ഈ മഴ ഇതൊക്കെ നശിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പാലം കാണാവേ. ആ പാലത്തിലേക്കാണ് നമ്മുടെ യാത്ര. കുറച്ച് ബൈക്കുകളും കുറെ കുട്ടികളൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൂടെയാണ് നടന്ന് അങ്ങോട്ട് പോണേ. ഇവിടെ എല്ലാം വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. നോക്കി, സുന്ദരമായ കാഴ്ചകൾ. അപ്പൊ അവിടെ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം. ഇവിടെ ആളുകൾ വെള്ളത്തിലൊക്കെ ചാടുന്നുണ്ടേ. നടപ്പാലമാണ്, കോൺക്രീറ്റ് പാലമാണ്. അപ്പം അങ്ങോട്ട് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു വൈബാണ്. നമ്മൾ വേളൂർ പുഴയുടെ തീരത്തുള്ള ഒരു കോൺക്രീറ്റ് പാലത്തിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് ഈ പാലം. കണ്ടോ, കൈവരിയൊക്കെ പിടിപ്പിച്ച് ഒരു വീട്ടിലോട്ട് മാത്രം ഉള്ള വഴിയാണെന്ന് പറഞ്ഞേട്ടെ. അപ്പൊ നമ്മളങ്ങനെ ആ പാലത്തോട്ട് കയറുകയാണ്. താഴെ വേളൂർ പുഴ ശാന്തമായി ഒഴുകുന്നു. ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിക്കാം. അതിനുശേഷം നമുക്ക് മലയിഞ്ചിയിലെ ആ ടൗണിലേക്ക് പോയിട്ട് അവിടെ നിന്നുള്ള ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ആ പാലമൊക്കെ പിന്നിട്ട് ഗവൺമെന്റ് LP സ്കൂൾ മലയിഞ്ചിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. 1990-ലാണ് ഈ സ്കൂൾ സ്ഥാപിതമായത്. സ്കൂൾ മുറ്റത്ത് ഒരു ഏറുമാടമൊക്കെ നമുക്ക് കാണാം. മലയിഞ്ചി എന്ന ഗ്രാമത്തിലെ ഒരേ ഒരു സ്കൂളാണിത്. അപ്പോൾ നമ്മൾ ആ സ്കൂളൊക്കെ പിന്നിട്ട് നേരെ തേക്കിൻ കുപ്പിലൂടെ യാത്ര തുടരുന്നു. മലയിഞ്ചിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അമ്പലങ്ങളും പള്ളികളും മോസ്കുകളൊക്കെ കാണാം. മലയിഞ്ചി ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാം. ഇവിടെ എല്ലാം തേക്ക് പ്ലാന്റേഷൻ ആട്ടോ. നമ്മൾ വന്നില്ലായിരുന്നു. ആ വഴിയാണ്, ആ വഴിയുടെ ഭാഗമാണ് ഈ കാണുന്നെല്ലാം. ഈ കാണുന്നതാണ് സെന്റ് തോമസ് ചർച്ച് മലയിഞ്ചിയെ. ഇത് മലയിഞ്ചി ചേലക്കാട് റോഡാട്ടോ. ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ ഒരു കുറെ തൂക്കുപാലങ്ങളൊക്കെ കാണാൻ സാധിക്കും. ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഈ വഴിക്ക് നടന്നു പോയി കഴിഞ്ഞാൽ ഇടുക്കി പാറമടയൊക്കെ പോകുന്നതാണ് പറയുന്നത്. ചേലയുടെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങ് ദൂരെയായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാം. ഇത് ചെറുതേന്മാരി എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര്. അതുകൂടാതെ അവിടെയുള്ള ധാരാളം ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാം. വീടുകളും തെങ്ങിൻ തോപ്പുകളൊക്കെയുള്ള മനോഹരങ്ങളായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാവേ. വേളൂർ പുഴയുടെ തീരത്തുള്ള ഒരു മനോഹരമായ ഒരു ചെറിയ തൂക്കുപാലത്തേക്ക് കയറിയാലോ. ചവിട്ടുപടി കയറി നമ്മൾ മേലോട്ട് പോവുകയാട്ടോ. ഇപ്പൊ ഇവിടെ ആയിട്ട് ടൂറിസ്റ്റുകളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പാല ഉപഭോക്തൃ സമിതി ഒരു ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന സഞ്ചാരികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാണുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിച്ച് മാത്രമേ നമുക്ക് ഈ പാലത്തിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളങ്ങനെ പാലത്തിലോട്ട് പ്രവേശിക്കുക കേട്ടോ. ചെറിയൊരു തൂക്കുപാലം എന്ന് പറയാം. ഇരു സൈഡുകളിലും കമ്പികൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. മനോഹരമായ ഒരു സ്ഥലമാണ് മലയിഞ്ചി എന്ന് പറയുന്നത്. ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാലൊക്കെ നമുക്ക് ധാരാളം കാഴ്ചകൾ കാണാതെ. ഇവിടെ എല്ലാം ഇങ്ങനെ പുഴ നന്നായിട്ട് ഇങ്ങനെ ഒഴുകുകയാണ്. ഇവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കുക. നമ്മള് പലപ്പോഴും ഈ മലയിഞ്ചി എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കണം കേട്ടോ. നമ്മൾ മലയിഞ്ചി എന്നപ്പോ കണ്ട വലിയൊരു മരമാണ്. കടലില്ലാത്ത ഇടുക്കി ജില്ലയിലെ ഒരു ബീച്ച് കാണാൻ നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഊഞ്ഞാലും അതുപോലെ ചെറിയ ബീച്ചൊക്കെ നമുക്ക് കാണാവേ. അതുപോലെ ഒരു ഭംഗിയേറിയ ഒരു മരം നമുക്ക് കാണാവേ. ഇതാണ് ഞാൻ പറഞ്ഞ മരവേ. ഈ മരത്തിലാട്ടോ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയാക്കുന്നത് കേട്ടോ. നമുക്ക് ആ ഊഞ്ഞാലൊക്കെ ആടാം. ഇവിടെ ഉണ്ടാക്കിയൊരു ഊഞ്ഞാല കയറുക കേട്ടോ. പുഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ബീച്ച് പോലെയാണെങ്കിൽ
ചെറുതായിട്ട് തിരയൊക്കെ അടിച്ചു കയറി വരുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ. നല്ല മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഇവിടെ നന്നായിട്ട് കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അധികം ആഴമില്ലാത്ത ആയതുകൊണ്ട് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നന്നായിട്ട് കുളിക്കാം. വേളൂർപ്പുഴ ഉത്ഭവിക്കുന്ന കുയിലിമല എന്നാണ് കേട്ടോ. ഇവിടെ എല്ലാം ഇതുപോലത്തെ ചെറിയ ചെറിയ പാലങ്ങൾ കാണാതെ ഇവിടെയുള്ള ആൾക്കാരുടെ ഗതാഗത സംവിധാനം എങ്ങനെയാണ്. ഇവിടെ എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ തൂക്കുപാലങ്ങളുണ്ട്. മരം കൊണ്ടും അതുപോലെ പൈപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെറിയ ചെറിയ തൂക്കുപാലങ്ങളെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അതിന്റെ കാഴ്ചയൊക്കെ കാണാനായിട്ട് നമ്മളോട് നിൽക്കുകയാണ്. ഇവിടുന്ന് വേളൂർ പുഴ ഇങ്ങനെ സുന്ദരിയായിട്ട് ഒതുങ്ങുന്ന കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടുത്തെ ഫോട്ടോയും അതുപോലെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ധാരാളം സഞ്ചാരികളോടെ വരാറുണ്ടെന്നാണ് ഇവിടെ എല്ലാവരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു വൈബാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ മലയിഞ്ചിയിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലായി വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ അടുത്തൊരു മനോഹര വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.